നമസ്കാരം. നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്ന ടേമാണ് ഇ കൊമേഴ്സ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു ടേമാണ് എമേർജിംഗ് ആയിട്ട് കുറച്ച് കാലം ആയിട്ടുള്ളത് തോന്നുന്നില്ല, സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം വന്നിട്ടുള്ള ഒരു ടേമാണ്. സോഷ്യൽ മീഡിയ വന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ടേമാണ്. 2019 സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട് തുടങ്ങിയത്. ഒരു 2-3 വർഷമായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് സോഷ്യൽ കോമേഴ്സ് എന്ന് പറയുന്ന ടേമാണ്. സോഷ്യൽ കോമേഴ്സ് എന്താണ്? ഈ സോഷ്യൽ കോമേഴ്സ് മോഡൽ എങ്ങനെയാണ്, അതായത് എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. എന്താണ് ജീവൻ ഈ സോഷ്യൽ കോമേഴ്സ് എന്ന് വെച്ചാൽ? അതെ, നമുക്ക് കഴിഞ്ഞ നമ്മൾ വെബിനാറിൽ വളരെ ഡെപ്തായിട്ട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പം അന്നോട്ട് കുറെ ആൾക്കാർ ചോദ്യം സോഷ്യൽ കോമേഴ്സ് എന്താണ്. നമ്മള് സിജു പറഞ്ഞ പോലെ ഇത് ഈ 2010 ശേഷമാണ് ആക്റ്റീവ് വന്നതെന്നൊക്കെ പറയാമെങ്കിലും കേരളത്തിൽ ഇതുവരെ ഇത് അധികം സംസാരിച്ച് കണ്ടിട്ടില്ല. സംസാരിച്ച് തുടങ്ങിയത് ഇപ്പൊ തന്നെ തുടങ്ങിയ സോഷ്യൽ കോമേഴ്സ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കാംസ് വരാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ്. അതിന് മുമ്പായിട്ട് സോഷ്യൽ കോമേഴ്സിൽ പോകുമ്പോൾ ചെറിയൊരു സ്റ്റാറ്റിക്സ് പറയാം. അതായത് നമ്മളെ ഏറ്റവും പുതിയ ജനറേഷൻ സി എന്ന് വിളിക്കുന്ന 1995 ശേഷം ജനിച്ച ആൾക്കാരെ ഒരു കണക്കാണ്. 60% ഓഫ് ഈ ആൾക്കാർ അമേരിക്കയിലെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ടാണ് പുതിയ ബ്രാൻഡുകളെ കുറിച്ചും പ്രൊഡക്ട്സിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും ഒക്കെ അവെയർ ആവുന്നതാണ് സ്റ്റഡി റിപ്പോർട്ട്. ഇത് later.com എന്ന സ്റ്റഡി റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ 48% ഓഫ് അമേരിക്കൻ ഏജ് ബിറ്റ്വീൻ 18 to 34 ഹാവ് പർച്ചേസ്ഡ് ഫ്രം സോഷ്യൽ മീഡിയ എന്നൊരു കണക്കുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ച വന്നൊരു ന്യൂസാണ് 2022 സോഷ്യൽ കോമേഴ്സ് മാർക്കറ്റ് ഇന്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ ഗ്രോത്ത് ഡൈനാമിക്സ് ഇൻ ആഫ്രിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ് സ്റ്റാർട്ടപ്പ് ലോഞ്ചിങ് വീഡിയോ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ഫോർ സോഷ്യൽ കോമേഴ്സ് ഷോപ്പേഴ്സ് ഇൻ UAE. അതായത് UAEയിലെ ഷോപ്പേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്സ് വീഡിയോ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ഇ കൊമേഴ്സ് വേർ എവറിഥിങ് ഹാപ്പൻസ് ഓൺ സോഷ്യൽ മീഡിയ. പ്രോഡക്റ്റ് ഡിസ്കവറി, സെർച്ച്, ക്ലിക്ക് ടു പർച്ചേസ് ആൻഡ് പോസ്റ്റ് പർച്ചേസ് സപ്പോർട്ട് അടക്കം എല്ലാം നടക്കുന്ന സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം ഇതെന്ന് വെച്ചാൽ ഇവര് കണക്കുകൾ അനുസരിച്ച് $89.4 ബില്യൺ ആണ് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്കനുസരിച്ചുള്ള ഒരു റീച്ച്, അല്ലെങ്കിൽ അത്രയും ഇത് വരുന്ന കാര്യമാണ്. അത് 2027 കൂടി 604 ബില്യൺ റീച്ച് ആവുമെന്നാണ് ഇതിന്റെ ഒരു ഇത് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവത്തിനാണ് നമുക്ക് സോഷ്യൽ കൊമേഴ്സ് പറയാൻ പറ്റും. നമുക്ക് സെപ്പറേറ്റ് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു വെബ്സൈറ്റോ ആപ്പോ ആയിരിക്കത്തില്ല. അതായത് സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കും. അതിനകത്ത് ഒരുപക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു പേജ് ആയിരിക്കാം. അതുവഴി നമ്മൾ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൂടി അതിനകത്ത് കൊടുക്കുന്നു. ഒപ്പം തന്നെ പോസ്റ്റ് പർച്ചേസ് സപ്പോർട്ട് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. റൈറ്റ്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും പോകേണ്ട ആവശ്യം. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, ഈ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് വഴിയും നമുക്ക് സപ്പോർട്ട്സ് കൊടുക്കാനായിട്ട് കഴിയും, പേഴ്സണൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനാണ് സോഷ്യൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് കഴിയും? അതിന്റെ സ്റ്റേജസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ രസം എന്ന് വെച്ചാൽ ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്ന കൊടുത്ത് നമുക്ക് പറയാം. അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 5 പൈസ ചെലവിലാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് വലിയൊരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നമുക്ക് ഈ പ്ലാറ്റ്ഫോംസിൽ ചെന്നിട്ട് നമുക്ക് ഇത് ഇമോഷണലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ആഡ്സും കാര്യങ്ങളൊക്കെ. ആ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ ടിവിയിൽ ഒരു പരസ്യം കണ്ടിട്ട് ഇതിന്റെ വെബ്സൈറ്റിലോ കടയിലോ പോയി പർച്ചേസ് ചെയ്യുന്ന നമുക്കല്ല. അവിടെ തന്നെ നമ്മൾ അതിന്റെ വീഡിയോ കാണുന്ന ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ഫീഡ്ബാക്ക് വരുന്നു, അതിന്റെ താഴത്തെ ഇത് പർച്ചേസ് ഓർഡർ അടിച്ചു നമ്മൾ ആ വീട്ടിലേക്ക് വരും. ആ രീതിയിലാണ് ഇതിന്റെ സംഭവം ഉള്ളത്. അപ്പം അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത്. രണ്ട്, നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറയേണ്ടതുണ്ട്. അതായത് ഫേസ്ബുക്ക് ഒരു ഷോപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബിസിനസ്സുകാർക്ക് ഓൺലൈൻ സ്റ്റോർ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇൻസ്റ്റാഗ്രാം ചെക്ക്ഔട്ട് എന്നൊരു ഓപ്ഷൻ US റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ആപ്പ് ലീവ് ചെയ്യാണ്ട് പേയ്മെന്റ് ഗേറ്റ്വേ വഴി പേയ്മെന്റ് ചെയ്യാം. പിൻട്രസ്റ്റ് ഒരു ഷോപ്പിംഗ് ടാബ് ക്രിയേറ്റേഴ്സിന് വേണ്ടി തുടങ്ങുന്നത്. ടിക്ടോക്ക് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഷോപ്പിഫൈയുമായിട്ട് പാർട്ണർഷിപ്പ് ആയിട്ട് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ കമ്പനീസും ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. മെയിൻ ബ്രാൻഡ്സ് ഒക്കെ സോഷ്യൽ മീഡിയ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ചോദിച്ചിലേക്ക് വരുന്ന സ്റ്റെപ്സിലേക്ക് ഇനിഷ്യൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യുക, ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്ലാറ്റ്ഫോം ഐഡന്റിഫൈ ചെയ്യണം. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ഓഡിയൻസ് നോക്കിയിട്ടായിരിക്കണം. നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അവര് എവിടെയാണല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. അതായത് ഒരു പൂരപ്പറമ്പില് പൂ എവിടെയാണ് വെക്കാൻ വെച്ചിട്ടുണ്ടാവുക? അമ്പലത്തിന്റെ ഫ്രണ്ടിലായിരിക്കും. കാരണം അവിടെ എനിക്ക് കൂടുതൽ സ്ത്രീകൾ വരുന്നത്. അവിടെ ബാക്കിയുള്ള പലഹാരങ്ങൾക്ക് ഒരു സൈഡിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഓരോന്നിനും ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് എവിടെയാണുള്ളത്, ഏറ്റവും കൂടുതൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ് ഉള്ളത്, അവിടെയാണ് നമ്മൾ നമ്മുടെ ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്യേണ്ടത്. ആൾക്കാർ
ഇവിടെ നമ്മൾ ചിട്ടുകളി, ചൂതുകളി, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇതിന്റെ ബാക്കിലായിരിക്കും സെറ്റ് ചെയ്യാൻ പോലീസ്. അപ്പം അത്തരത്തിൽ നമ്മുടെ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫേസ്ബുക്കിനേക്കാളും ഇൻസ്റ്റാഗ്രാം ആണ്. സോ നിങ്ങൾ അവിടെയാണ് ഫോക്കസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ മാർക്കറ്റിംഗ് എല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിനിൽ നിങ്ങൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫാഷൻ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ന് ടീനേജേഴ്സ് എല്ലാവരും ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് യൂട്യൂബിന് അതിനകത്തുള്ള ഓഡിയൻസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം, ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. എല്ലാത്തിലും വേണം. പക്ഷേ സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് നിങ്ങളുടെ എവിടെയാണുള്ളത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ഇനി നമ്മൾ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് അക്കൗണ്ട് തുടങ്ങി, ഫ്രീ ആയിട്ട് അക്കൗണ്ട് തുടങ്ങി. ഇനി നമ്മൾ ഇതിനകത്ത് ഗ്രോ ചെയ്യേണ്ടതുണ്ട്. വെറുതെ ഒരു അക്കൗണ്ട് തുറന്നു വെച്ചാൽ നമ്മൾ സാധാരണ മാർക്കറ്റിംഗ് വീഡിയോസ് ഇടാൻ കഴിയത്തില്ല. കാരണം ആൾക്കാർക്ക് മാർക്കറ്റിംഗ് എപ്പോഴും ഡിസ്റപ്ഷൻ. അപ്പം ആൾക്കാർക്ക് എൻഗേജ്മെന്റ് തരുന്ന രീതിയിലുള്ള കോണ്ടന്റുകൾ അതിനകത്ത് ഇടേണ്ടതുണ്ട്. കംപ്ലീറ്റ്ലി നമുക്ക് ഇടാണ്ടിരിക്കാൻ പറ്റില്ല. മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ഓഫ് കോഴ്സ് നമ്മൾ ഇങ്ങനെ സാധനം സെല്ല് ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റുകൾ അതിനകത്ത് ചെയ്യുക. അതുവഴി നമ്മളെ അക്കൗണ്ട് ഗ്രോ ചെയ്ത് വരിക. അപ്പം അതിനുശേഷം നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി, ഒരു നിഷ് മാർക്കറ്റ് ബിൽഡ് ചെയ്യണം. നമ്മളെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ട്രാഫിക് ഡ്രൈവ് ചെയ്യാം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മളെ കംപ്ലീറ്റ് സോഷ്യൽ കൊമേഴ്സ് ആണ്, നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഇപ്പോഴും നമ്മളെ ഇന്ത്യയിൽ അത് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ലിങ്ക് കൊടുത്ത് നമ്മുടെ സൈറ്റിലേക്ക് പോയി പർച്ചേസ് ചെയ്യാൻ, വാട്സപ്പ് പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ, ഡയറക്റ്റ് മെസ്സേജ് വഴി പർച്ചേസ് ചെയ്യുന്ന പോലത്തെ ഓപ്ഷൻസ് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പർച്ചേസ് നടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആഫ്റ്റർ പർച്ചേസ് സപ്പോർട്ട്, കസ്റ്റമർ സപ്പോർട്ടും ഈ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ കസ്റ്റമർ റിസീവ് ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇത് റിസീവ് ചെയ്തോ സാർ, ഒരു ഫോട്ടോ ഫീഡ്ബാക്ക് അയച്ചു തരാമോ? ഫീഡ്ബാക്ക് അയച്ചു തരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നമ്മളോട് പറയുന്നു, നമ്മളത് ഇതിലൂടെ തന്നെ പരിഹരിക്കും. അപ്പോൾ അതൊരു കംപ്ലീറ്റ്ലി, കാരണം എല്ലാവരും എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമ്മളൊരു ഇമെയിൽ അയച്ച് ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യാൻ ടൈം എടുക്കും. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന പരിപാടിയാണ്. അപ്പം എനിക്കൊന്ന് സോഷ്യൽ കൊമേഴ്സ് തന്നെ ആയിരിക്കും ഇ കൊമേഴ്സിന്റെ ഒരു വലിയ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഒരു വലിയൊരു ചാലഞ്ച് എന്ന് വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിന്റെ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. അത്ര ഈസി അല്ല നിങ്ങൾക്ക് ട്രാഫിക് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, എല്ലാവർക്കും പേജ് ഉണ്ട്, എല്ലാവരും അതിനകത്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടേതായിട്ട് ഓഡിയൻസ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ട് ഫോട്ടോ ഇട്ടുകൊണ്ട് മാത്രം ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള നല്ല കോണ്ടന്റ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അത് എന്റർടൈൻമെന്റ് രൂപത്തിലാവാം, ഇൻഫർമേഷൻ രൂപത്തിലാവാം, ഇൻഫോർടൈൻമെന്റ് എന്ന് പറയുന്ന ലെവലിലാവാം. അപ്പോൾ ആൾക്കാരായിട്ട് കണക്ഷൻ വേണം. ആൾക്കാർ മറ്റൊരു ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പോ യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യും, ഇത് നമ്മൾ 10-20 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കാം. ഇതേ സാധനം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജീവൻ ഉത്തമൻ, ജീവൻ ട്രെയിനർ സെർച്ച് ഇൻസ്റ്റാഗ്രാം നമ്മളെ അക്കൗണ്ട്, അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് 30 സെക്കൻഡ് 60 സെക്കൻഡ് വീഡിയോസ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യാറില്ലെങ്കിൽ വല്ലപ്പോഴും ചെയ്യാറില്ല, അതേ അവിടെ വർക്ക്ഔട്ട് ആവത്തുള്ളൂ. ഈ 30 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എൻഗേജ്മെന്റ് നടത്തണം. എന്റെ പ്രൊഡക്റ്റ് നല്ലതാണ്, ഇത് അങ്ങനെയാണ്, ഇത് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ സമയം നമുക്ക് പോകും. 60 സെക്കൻഡിനുള്ളിൽ ഈ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേഷൻ ആണ് അവിടെ വേണ്ടത്. അത് പിന്നെ ഒപ്പം തന്നെ ഇതിന്റെ ട്രാഫിക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആൾക്കാർ നമ്മൾ ഇതിനകത്ത് വരണം എന്നുള്ളത്. ഏത് രീതിയിൽ ആൾക്കാർ വരണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം പർച്ചേസിംഗ് പവറുള്ള, ബൈയിങ് പവറുള്ള ആൾക്കാർ വന്നിട്ട് നമുക്ക് കാര്യം നമുക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഒരുപാട് ലൈക്സ്, പണം കൊടുത്തിട്ട് ഒരുപാട് ലൈക്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ ചില ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ 1 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഒരു പോസ്റ്റും കിട്ടുന്ന ലൈക്ക് 100 താഴെയായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പൈസ കൊടുത്തുണ്ടാക്കിയിട്ടുള്ള ഇതാണെന്നുള്ളത്. അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വലിയ ഒട്ടും തന്നെ നിങ്ങൾക്ക് അത് മോണിറ്റൈസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പം ഒരു 100 പേരെങ്കിൽ 100 പേര് കോറായിട്ടുള്ള കസ്റ്റമേഴ്സ്, എത്ര പേര് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നുള്ളതല്ല കാര്യം. അതല്ല ഇന്നത്തെ കാലത്തെ കാര്യം. വീഡിയോ വാച്ച് ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള കോണ്ടന്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് അറിയാം. കാരണം ആൾക്കാർ നോക്കുന്നത് കുറച്ച് ഭയങ്കരമായിട്ട് സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനുള്ള തമ്മനയിലൊക്കെ ഇട്ടുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആൾക്കാർ ഫോളോ ചെയ്യും. പക്ഷേ അതിന് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ആൾക്കാരുടെ ക്വാളിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് അല്ലേ. നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്പേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇൻ ദ സെൻസ് വേറെ രീതിയിൽ ഉദ്ദേശിക്കരുത്. നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അതിനനുസരിച്ചുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കരുത്. ഫോളോവേഴ്സിന് കൂട്ടാനായിട്ട് വേറെ ഒരുപാട് പരിപാടികൾ ചെയ്യാൻ കഴിയും. അത് നിങ്ങളുടെ വാല്യൂ പിടിക്കുന്നതായിരിക്കും. സഫാരി എന്ന് പറയുന്ന ചാനലിൽ സഞ്ചാരത്തിന് ഫോളോവേഴ്സിന് കൂട്ടാനായിട്ട് ആൾക്കിഷ്ടം പോലെ കാര്യങ്ങൾ പണ്ട് ചെയ്യാമായിരുന്നു.
പക്ഷെ ആള് ചെയ്തില്ല. ആൾ ആ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് അത്യാവശ്യം 2-3 വർഷമായിട്ട് ശരിക്കും വലിയ രീതിയിൽ ആള് ഒരു ബൂമിങ് വന്നിട്ട് വളരാനായിട്ട് തുടങ്ങിയത്. സോ സ്റ്റാൻഡേർഡ് കൈവിടാതെ മുന്നോട്ടേക്ക് പോവാം, അതിൽ എന്തായാലും വിജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു എന്താണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്, എന്താണ് ഈ ഒരു സോഷ്യൽ കോമേഴ്സ് ആൻഡ് എന്തൊക്കെയാണ് സ്റ്റേജസ്, സോഷ്യൽ കോമേഴ്സ് നമുക്കൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിനെ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. യൂട്യൂബിനകത്ത് അതുണ്ട്. അത് ഇംഗ്ലീഷിലാണ് വീഡിയോ ഉള്ളത്. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് കാണാവുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. സോ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാൻ പറ്റും. സിജു രാജൻ സൈനിങ് ഓഫ്. ജീവൻ സൈനിങ് ഓഫ്. ബൈ.